എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാസുകയും സുഗട്സുവും ജൂഗോയും അവര് 3 പേരും ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ സുഗട്സു അവനിപ്പോ കബൂട്ടോയെ തൊട്ട് നോക്കുക. അപ്പൊ ഇതാണല്ലേ സാക്ഷാൽ കബൂട്ടോ. സാസുക പറയും, നീ വെറുതെ അവനെ തൊട്ട് കളിക്കണ്ട, നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഒരാളല്ലവൻ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്നെ വിട്ടു പോയവരല്ലേ? അതിന് സുഗട്സു അവൻ പറയും, ഞങ്ങൾ 2 പേരും നിനക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഗിഫ്റ്റ് കണ്ട ഉറപ്പായിട്ടും നീ ഷോക്കാവും. അപ്പൊ ജൂഗോ ചോദിക്കും, നീയും ഹിറ്റാച്ചിയും ചേർന്നാണ് ആ റിയാനിമേഷൻ ബ്രേക്ക് ചെയ്തത്. പക്ഷെ മാദര ഉച്ചിഹ അവൻ മാത്രം ആ റിയാനിമേഷൻ ബ്രേക്ക് ആയപ്പോ തിരികെ പോയിട്ടില്ല. അത് കേട്ട് സാസുക അവൻ ഒരു സെക്കൻഡ് ഹിറ്റാച്ചി പറഞ്ഞതും കിമിമാരു പറഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കും. ഇവിടെ സുഗട്സു അവനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള സ്ക്രോള് അതിപ്പോ സാസുകയുടെ കയ്യിൽ കൊടുക്കും. സ്ക്രോള് തുറന്നു നോക്കി അതിലെന്തോ ഒന്ന് കണ്ട് അവനിപ്പോ ഷോക്കാവും. സുഗട്സു പറയും, ഇവരെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിന്നീട് നമ്മളായിരിക്കും കിങ് ഓഫ് ദ വേൾഡ്. എല്ലാ കാര്യങ്ങളും ഇവർക്കറിയാം. സാസുക പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ആ ഒറോച്ചിമാറുവിനെ കാണണം. അതിന് സുഗട്സു ഷോക്കായിട്ട്, ഒറോച്ചിമാറുവിനെ ഓൾറെഡി നീ കൊന്നില്ലേ? അപ്പൊ ഇവിടെ ജൂഗോ അവൻ ആൻഗോയുടെ ബോഡിയിലുള്ള കേഴ്സ്മാർ പവർ അത് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യും. സാസുക പറയും, എനിക്ക് ഈ ക്ലാനിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനിതല്ലാതെ മറ്റൊരു വഴിയും എനിക്കറിയില്ല. സുഗട്സു പറയും, ഒറോച്ചിമാറുവിനെ ഒന്നും ഒരിക്കലും റീസറക്ഷൻ ചെയ്ത് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. നിനക്കിപ്പോ ഈ സ്ക്രോളിലുള്ള കാര്യം അത് കംപ്ലീറ്റ് ചെയ്യാനല്ലേ ഒറോച്ചിമാറുവിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നേ? പക്ഷെ അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഈ കാര്യങ്ങളൊക്കെ നിനക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഒറോച്ചിമാറുവിനെ വീണ്ടും നീ തിരികെ കൊണ്ടുവന്ന അത് വലിയ അപകടമായിരിക്കും. ഒറോച്ചിമാറുവിന്റെ കയ്യില് റീപ്പർ ഡെഡ് സീലുണ്ട്. അതവൻ തകർത്തു കഴിഞ്ഞ ആദ്യം കൊല്ലുന്നത് നിന്നെയായിരിക്കും. പിന്നീട് ഇപ്പൊ നടക്കുന്ന വാറിനെ കുറിച്ച് അറിഞ്ഞ് അവനും ആ വില്ലന്മാരുടെ കൂടെ ചേരും. പിന്നീട് അവൻ ആ ഹിഡൻ ലീഫ് വില്ലേജ് അത് തന്നെ തകർത്ത് കളയും. സാസുകയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അവൻ ഇപ്പോഴും ഒറോച്ചിമാറുവിന്റെ ആ കേഴ്സ്മാർ പവർ അതിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ സുഗട്സുവിനോട് പറയും, മിണ്ടി പോരുത്, ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യ്. അബൂട്ടോടെ കുറച്ച് ബ്ലഡ് അത് കളക്ട് ചെയ്ത് എനിക്ക് കൊണ്ടുത്താ. അതിന് സുഗട്സു പറയും, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നീ ചെയ്യില്ല അല്ലേ? പക്ഷെ നീ പറയുന്ന കാര്യങ്ങള് അത് ഞാൻ ചെയ്യണം. ഉടനെ ജൂഗോ പറയും, സുഗട്സു നിനക്കത് ചെയ്യാൻ വയ്യെങ്കില് ഞാൻ ചെയ്യാം. കബൂട്ടോടെ ബ്ലഡ് ഞാൻ കളക്ട് ചെയ്യാം. ജൂഗോ കബൂട്ടോടെ കുറച്ച് മാംസവും ബ്ലഡൊക്കെ കളക്ട് ചെയ്ത് സാസുക പറഞ്ഞു കൊടുത്തതുപോലെ ആ ഒരു ഭാഗം ഇപ്പോ ആങ്കോയുടെ ബോഡിയിലെ ആ കേഴ്സ്മാർ പവർ അതിന്റെ മുകളിലായി അങ്ങനെ വെക്കും. അടുത്ത സെക്കൻഡ് സാസുക അവൻ റിവേഴ്സ് സീലിംഗ് ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ അവന്റെ കഴുത്തിൽ നിന്ന് ഒരു പാമ്പിനെ പുറത്തേക്ക് കൊണ്ടുവരും. ആ പാമ്പിന്റെ വായിൽ നിന്ന് സാക്ഷാൽ ഒറോച്ചിമാറു അവൻ പുറത്തേക്ക് വരും. ഒറോച്ചിമാറുവിനെ കണ്ട് പേടിച്ച് ജൂഗോ അവനിപ്പോ കബൂട്ടോടെ പിന്നിൽ പോയി ഒളിച്ചിരിക്കും. ഒറോച്ചിമാറു ആണെങ്കിൽ ഇപ്പൊ കബൂട്ടോയെ തന്നെ നോക്കി നിൽക്കും. ആ സമയത്ത് സാസുക അവൻ ഒറോച്ചിമാറുവിനോട് പറയും, എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. ഒറോച്ചിമാറു പറയും, നീ അത് പറയേണ്ട ആവശ്യമില്ല. നീ അത് പറയാതെ തന്നെ ഞാൻ നിനക്ക് ചെയ്തു തരും. കാരണം ആൻഗോയുടെ ബോഡിയിലിരുന്ന് ഞാൻ എല്ലാം ഇത്രയും നാളും കാണുകയായിരുന്നു. ഒറോച്ചിമാറു അവനിപ്പോ സുഗട്സുവിന് നേരെ തിരിഞ്ഞു നിൽക്കും. അവൻ സുഗട്സുവിനോട് പറയും, എനിക്ക് ഈ വാറിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരേ ഒരാള് അത് സാസുക മാത്രമാണ്. എനിക്ക് സാസുകയുടെ ബോഡി വേണം. അതിന് സാസുക അവനാണെങ്കിൽ ഇപ്പൊ ആ സ്ക്രോൾ എടുത്ത് ഒറോച്ചിമാറുവിന്റെ കയ്യിൽ കൊടുക്കും. ആ സ്ക്രോള് കണ്ട് ഒറോച്ചിമാറു ഷോക്കാവും. ഒറോച്ചിമാറു പറയും, ഇതിനെക്കുറിച്ച് അറിയാനൊന്നും നിനക്ക് പ്രായമായിട്ടില്ല. നീ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാണ്. അപ്പൊ സാസുക അവൻ ഹിറ്റാച്ചി പറഞ്ഞ കാര്യം അത് ആലോചിക്കും. ഹിറ്റാച്ചി പറയും, ഞാൻ ഇത്രയും കാലവും നീ ഒരു ചെറിയ കുട്ടിയാണെന്നാണ് കരുതിയത്. അങ്ങനെയാണ് ഞാൻ നിന്നെ പാമ്പർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവന്നത്. പക്ഷെ നീ ഇപ്പൊ അങ്ങനെയല്ല. എന്നെ കഴിഞ്ഞും ഒരുപാട് മെച്ചോർഡായി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാസുക അവൻ വീണ്ടും പറയും, എനിക്കിതിനെ കുറിച്ച് അറിഞ്ഞേ പറ്റൂ. ഞാനിപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്യാനും കേൾക്കാനും ഒക്കെ തന്നെ പ്രാപ്തിയായവനാണ്. ഹിറ്റാച്ചിയുടെ സ്റ്റോറി അതറിഞ്ഞതിന് ശേഷം എനിക്ക് ലീഫ് വില്ലേജിനോടുള്ള പക അത് വീണ്ടും ഇപ്പൊ അധികമായി. ഹിറ്റാച്ചി ആണെങ്കിൽ ഓൾറെഡി മരിച്ചുപോയിട്ടും അവൻ ഇപ്പോഴും ലീഫ് വില്ലേജിനെ ഒരുപാട് സ്നേഹിക്കുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ക്ലാൻ എന്താണെന്നും ലെഗസി എന്താണെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഒറോച്ചിമാറു ആണെങ്കിൽ അതൊക്കെ കേട്ട് ഇപ്പൊ സമാധാനമായി കബൂട്ടോയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് കബൂട്ടോയെ ടച്ച് ചെയ്ത് അവന്റെ ഫീലിങ്സ് അത് മനസ്സിലാക്കാൻ തുടങ്ങും.
സുഗട്സു അടിച്ചു പറയും, ഒറോച്ചിമാറു അവനിപ്പോ കബൂട്ടോടെ പവർ അത് അബ്സോർബ് ചെയ്യാണ്. അത് കഴിഞ്ഞ ഉറപ്പായിട്ടും സാസുക നിന്നെ അവൻ കൊല്ലും. അതിന് സാസുക പറയും, ഒറോച്ചിമാറു കബൂട്ടോടെ പവർ അല്ല, മറിച്ച് കബൂട്ടോടെ ബോഡിയിലുള്ള ഒറോച്ചിമാറുവിന്റെ പവർ അത് മാത്രമാണ് അവനിപ്പോ അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കബൂട്ടോയെ കാണിക്കും. അവന്റെ പവർ ഒക്കെ കുറഞ്ഞ് കബൂട്ടോ അവനിപ്പോ നോർമലായി മാറിയിരിക്കുകയാണ്. ഉടനെ ഒറോച്ചിമാറു അവനിപ്പോ സാസുകയെ അടുത്തേക്ക് വിളിക്കും. ഒറോച്ചിമാറു പറയും, നിനക്കറിയാവുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോ പോവാണ്. നിനക്ക് ആവശ്യമായിട്ടുള്ള സഹായം അവിടെ വെച്ചായിരിക്കും ഞാൻ നിനക്ക് തരാ. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ടോബിയുള്ള ബാറ്റിൽ ഫീൽഡ് കാണിക്കും. ആ ടെൻടയില് അതാ പാത്രം വിഴുങ്ങിയതിനു ശേഷം ഇപ്പൊ പതിയെ റീവൈവ് ആവാൻ തുടങ്ങും. അപ്പോഴായിരിക്കും അവര് ടോബി പറഞ്ഞ കാര്യം അത് ആലോചിക്കുക. അതായത് 8th ടൈലിന്റെയും 9th ടൈലിന്റെയും കുറച്ച് പവർ അവന്റെ കയ്യിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതുപയോഗിച്ചാണ് അവൻ 10 ടൈലിനെ റീവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും 10 ടൈൽ ആവില്ല, എങ്കിലും ഒരു പരിധി വരെ ആ 10 ടൈലിന്റെ പവർ ഇത് റീവൈവ് ചെയ്തെടുക്കും. അപ്പോഴായിരിക്കും കാക്കാഷി ഷോക്കായിട്ട് ആ ഗേഡർ സ്ട്രെച്ചിനെ നോക്കുക. ഈ ഒരു ഗേഡർ സ്ട്രെച്ച് അതിലാണോ ആ 10 ടൈല് അത് ഫോം ആവുക? ഇവിടെ ടോബി ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അവൻ പറയും, എന്റെ ഡ്രീം അത് സക്സീഡ് ആവാൻ പോവാണ്. ഉറപ്പായിട്ടും എന്റെ ഈ ഒരു ആഗ്രഹം അത് ഞാൻ ഇതിലൂടെ നിറവേറ്റും. ഇവിടെ കാക്കാശി മാസ്റ്ററിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. 8th ടൈലും 9th ടൈലും സേഫ് ആണ്. അവരില്ലാതെ ഇവനെ കൊണ്ട് എങ്ങനെ ഈ 10th ടൈലിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു? അപ്പൊ അതേസമയം കില്ലർ ബി അവൻ 8th ടൈലിനോട് ചോദിക്കും, ഇവിടെ എന്താ നടക്കണേ? അപ്പൊ 8th ടൈല് പറയും, എന്റെ ഒരു ടെൻഡിക്കിൾസ് അത് അവന്റെ കയ്യിലാണ്. മാത്രമല്ല 9 ടൈലിന്റെ പവറുള്ള ജിങ്കക്കവും ജിഞ്ചക്കവും അതും അവന്റെ കയ്യിലുണ്ട്. അതിനെ ഉപയോഗിച്ചാണ് അവൻ 10 ടൈലിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്നൊന്നും അവനെ കൊണ്ടത് ക്രിയേറ്റ് ചെയ്യാനാവില്ല. എങ്ങനെയാണെങ്കിലും അതിനൊരല്പസമയം ആവശ്യമാണ്. അതിന് കാക്കാഷി ചോദിക്കും, ഒരു ചെറിയ എമൗണ്ട് കൊണ്ട് അവനത് ക്രിയേറ്റ് ചെയ്യാനാവോ? അപ്പോഴായിരിക്കും കുട്ടപ്പന്റെ 9th ടൈല് അതിപ്പോ നറൂട്ടോട് പറയാ, ഓൾറെഡി എന്റെ ചക്ര പവറുള്ള ജിഞ്ചക്കവും ഗിഞ്ചക്കവും അവന്റെ കയ്യിലുണ്ട്. അതിനെ ഉപയോഗിച്ചാണ് അവനത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഉടനെ ഇപ്പൊ 9 ടൈല് അത് സ്വിച്ച് ചെയ്ത് കുട്ടപ്പന്റെ ബോഡിയിലേക്ക് വരും. ഇപ്പൊ 9 ടൈലായിരിക്കും കാക്കാഷിയോട് സംസാരിക്കാൻ തുടങ്ങുക. 9 ടൈല് പറയും, ആ ഒരു വലിയ പാത്രം അതൊരു സേജ് മോഡ് പാത്രമാണ്. അതിനുള്ളില് ഓൾറെഡി 9 ടൈലിന്റെ പവറുള്ള 2 പേരെ സീൽ ചെയ്തിരുന്നു. മാത്രമല്ല 8th ടൈലിലെ ചെറിയൊരു പാർട്ടും അവന് കിട്ടി. 10 ടൈലിനെ ക്രിയേറ്റ് ചെയ്യാൻ 8th ടൈലിന്റെയും 9th ടൈലിന്റെയും ചെറിയൊരു ഭാഗം മാത്രം മതി. ആക്ച്വലി ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ആ ജിൻഗക്കുവിനെയും ഗിൻഗക്കുവിനെയും ഞാൻ അറ്റാക്ക് ചെയ്ത് വിഴുങ്ങിയത്. പക്ഷെ ജീവനോട് കൂടെ എന്റെ വയറ്റിലുണ്ടായിരുന്ന അവരെന്റെ 9 ടൈൽ പവറാണ് ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പതിയെ അവർക്കും ആ 9 ടൈലിന്റെ ചെറിയൊരു ഭാഗം പവർ കിട്ടി. അത് കേട്ട് കാക്കാഷി ആള് ഷോക്കാവും. കാക്കാഷി മാസ്റ്റർ പറയും, ഈ 10 ടൈല് അത് മുഴുവനായിട്ടും ക്രിയേറ്റ് ആവുന്നതിന് മുൻപ് തന്നെ ഇത് തടയണം. അത് കേട്ട് ടോബി ചിരിക്കും, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല. ആക്ച്വലി നീ കാരണമാണ് എന്റെ ലൈഫ് സ്പോയിലായത്. അതിന് മൈകൈ ചോദിക്കും, സത്യം പറ, നീ ആരാ? നിന്റെ മാസ്ക് അത് റിമൂവ് ചെയ്യ്. പക്ഷെ ടോബി ആണെങ്കിൽ യാതൊരു എക്സ്പ്രഷനും ഇല്ലാതെ അങ്ങനെ നിൽക്കും. 9 ടൈല് പറയും, കമോൺ നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ആ 10th ടൈൽ അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ആരെ കൊണ്ടും അതിനെ തടയാൻ കഴിയില്ല. ഈ ലോകത്തെ തന്നെ അതതിന്റെ വിരൽ തുമ്പിൽ കൊണ്ടുവരും. അത് കേട്ട് ടോബി അവൻ വീണ്ടും ഇപ്പൊ നിലവിളിച്ച് പറയും, ഞാൻ ഒരിക്കലും ആ 10th ടൈലിനെ മുഴുവനായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എന്റെ ആഗ്രഹം, എന്റെ ലക്ഷ്യം അതാ പ്രൊജക്ട് സുക്കിനോമിയാണ്. അത് അച്ചീവ് ചെയ്യാൻ ഞാൻ ഏതു വഴിയിലും ഏത് ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യും. ആ ലോകത്ത് വെറുപ്പ്, വൈരാഗ്യം, പക എന്നിങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഞാനും എൻ്റെ പ്രജകളും മാത്രം, സമാധാനം മാത്രമായിരിക്കും എങ്ങും ഉണ്ടാവുക. അതിന് നറൂട്ടോ അവൻ പറയും, വർഷങ്ങളായിട്ട് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ തന്നെ എൻ്റെ ലീഫ് വില്ലേജിനും ഈ ലോകത്തിനും വേണ്ടി ഫൈറ്റ് ചെയ്തവരാണ്. ഞാനും അവരുടെ വഴി പിന്തുടർന്ന് ഇപ്പോൾ ഈ ലോകത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നിയുക്തനാകപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ ഒക്കാകമാരുടെ എല്ലാം ഒക്കാകെയായി ഞാൻ എന്ത് വില കൊടുത്തും നിന്നെ തടയും. അടുത്ത സെക്കൻഡിൽ നറൂട്ടോ അവന്റെ 9 ടൈൽ പവർ ഉപയോഗിച്ച് റെസൻ ഗൺ ക്രിയേറ്റ് ചെയ്ത് ആ ഗേഡ സ്റ്റെച്ചിന്റെ മേലെ വലിച്ചെറിയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.